നമ്മുടെ ധനുഷിൻ്റെ പുതിയൊരു സിനിമ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതെന്താ സംഭവം, ടൈറ്റിൽ റിവീൽ വീഡിയോ. ദ നെയിം ഈസ് കാര എന്ന് പറയുന്നൊരു വീഡിയോ ആണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കാര എന്നാണോ പറയാന്നുള്ളത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഈ ടീസർ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമായിരിക്കും. ധനുഷുണ്ട്, മമിത ബൈജു ഉണ്ട്, KS രവികുമാർ ഉണ്ട്, കരുണാസ് ഉണ്ട്, ജയറാം, പൃഥ്വി പാണ്ഡ്യരാജൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, MS ഭാസ്കർ, ശ്രീജ രവി, അങ്ങനെ മലയാളികളുടെ ഒരു നിരയും കൂടി ഇതിനകത്തുണ്ട്. ധനുഷിൻ്റെ നായികയായിട്ട് മമിത എത്തുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമല്ലേ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ എത്ര സ്റ്റാർസിനോടൊപ്പമാണ് അഭിനേത്രി വളർന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കിട്ടുന്ന അവസരങ്ങളെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ മമിത ബൈജുവിന് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജ, റൈറ്റേഴ്സ് ആൽഫ്രഡ് പ്രകാശ് ആൻഡ് വിഘ്നേഷ് രാജയാണ്. മ്യൂസിക് ഡയറക്ടർ GV പ്രകാശാണ്. DOP ചെയ്തിട്ടുള്ളത് തേനി ഈശ്വറമ്പോ. അടിപൊളി പരിപാടികളാണല്ലോ. എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗാണ്. ആർട്ട് ഡയറക്ടർ മായ പാണ്ഡി. നമുക്കൊരു കാര്യം ചെയ്യാം, ദിനേഷ് കാശി ആക്ഷൻ ഡയറക്ടർ ആയിട്ടുള്ള കര ആ സിനിമയിൽ ദ നെയിം ഈസ് കാര ആ വീഡിയോ നമുക്ക് കാണാം. ഞാൻ GV പ്രകാശിൻ്റെ മ്യൂസിക്കിനാണ് വെയിറ്റിംഗ്. പോർത്തൊഴിലിൻ്റെ ടീമാണ്. കലയോ പാവമോ പുണ്യമോ, 54 ധനുഷ്. അവൻ വിതച്ചത് അവൻ വന്താ അഴുത്താകണം. நான் விதைச்சத அறுவடை பண்ற நேரம் வந்துருச்சு. ஆனா அதுக்கு முன்னாடி என் மேல படிஞ்ச கரையை துடைக்கணும். என்ன நம்பி இருக்கிறவங்களை கரை சேர்க்கணும். என் பேரு கரசாமி. കരസ്വാമി. കാരല്ല. ഭയങ്കര പരിപാടിയാണുള്ളത്. എന്നെ കരന്ന് കൂപ്പിടുവാങ്ക. കൊള്ളാല്ലേ. എനിക്കൊന്ന് മലയാളികളും ഇതുപോലത്തെ പേരുകളൊക്കെ കരസ്വാമി, കരയുടെ സ്വാമി, കരദൈവം എന്നൊക്കെ പറയുന്ന പോലെ കരസ്വാമി, അപ്പോൾ കര എന്ന് വിളിക്കാം. സിമ്പിൾ പേരിടലല്ലേ. നമ്മൾ വലിയ മറ്റേ ഇപ്പോൾ വായിക്കൊള്ളാത്ത കുറേ പേരുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇനിയും വായിക്കൊള്ളാത്ത പേരുകൾ, ചിലപ്പോൾ ചെറിയ പേരുകളിലേക്കൊക്കെ നമ്മൾ മാറും. ഒരു കൊറിയൻ ഇമ്പാക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. നല്ല പേര് കരസ്വാമി, നൈസ്, അടിപൊളി. എന്തായാലും ധനുഷ് കരയായി അഭിനയിക്കുന്ന സിനിമയുടെ ഒരു ടൈറ്റിൽ റിവീലാണ്. ഇത് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ധനുഷിൻ്റെതായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. പക്ഷേ ആ മറ്റേ തുണിയൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കി വരിക എന്ന് പറയുമ്പം ഇയാൾ വലിയ കാര്യമായിട്ട് പോരാടാതിരുന്ന ഒതുങ്ങി നിന്ന് പോയിരുന്ന ഒരാളൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ തിരിച്ചടിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് വരികയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് ഫീൽ ചെയ്യുന്നത്. അത് ധനുഷ് ആദ്യമായിട്ട് ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ ധനുഷ് ചെയ്യുമ്പോൾ അത് നല്ല വെടിപ്പായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ധനുഷിൻ്റെ അവസാനം വന്ന സിനിമകളൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ അങ്ങേരെ ഒരു നല്ല സ്റ്റാർ മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ്. നമുക്കിങ്ങനെ ഒരാളെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് എന്നെപ്പോലെ നമ്മളെപ്പോലെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര റിലേറ്റബിളായിട്ടുള്ള പുള്ളിയുടെ ചില മാസ് സീനുകൾ, മാസ് ഡയലോഗുകൾ, വളരെ സിമ്പിൾ സില്ലി മാസ് പരിപാടികളൊക്കെ ഞാനിപ്പോഴും റിപ്പീറ്റൊക്കെ ഇരുന്ന് കാണും. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ധനുഷിൻ്റെ വേലയില്ല പട്ടധാരി VIP സീനുകളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും കാണും. അതിനകത്തെ ആ മറ്റേ വാട്ടർ പൈപ്പ് വെച്ചിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളൊക്കെ കാണും. അത് ധനുഷിൻ്റെ ഒരു സംഭവമാണ്. ധനുഷിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എന്തായാലും ഈ സിനിമയും ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ. അപ്പോൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ടീസറും ട്രെയിലറൊക്കെ ഇറക്കാൻ അവർക്ക് പറ്റട്ടെ. സിനിമ അതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ. അങ്ങനെ ഒരു വലിയ വിജയമായി മാറട്ടെ. ഈ ടൈറ്റിൽ റിവീലിൽ എവിടെയും മമിതയെ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ ശരി.